എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ഐതിഹ്യ കഥകളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പറയുന്നത് വില്ലുമംഗലത്ത് സ്വാമിയാരെക്കുറിച്ചുള്ള ഒരു കഥയാണ്. ഈശ്വരന്മാരെ മാംസചക്ഷുസ് കൊണ്ട് കാണാമായിരുന്ന ദിവ്യനായ വില്ലുമംഗലത്ത് സ്വാമിയാരെക്കുറിച്ച് കേട്ടിട്ടില്ലാത്തവർ കേരളീയർ അധികം പേരുണ്ടായിരിക്കുമെന്ന് തോന്നുന്നില്ല. ഈ സ്വാമിയാർ നിമിത്തം കേരളത്തിൽ അനേകം ക്ഷേത്രങ്ങളും ഏർപ്പാടുകളും ഉണ്ടായിട്ടുണ്ട്. അവയെക്കുറിച്ച് കേട്ടിട്ടില്ലാത്തവരും ചിലർ ഉണ്ടായിരിക്കാം. അങ്ങനെയുള്ളവരുടെ അറിവിലേക്കായി ഇവിടെ അറിവ് കേട്ടിട്ടുള്ള ചില സംഗതികൾ പറഞ്ഞുകൊള്ളുന്നു. ഒരിക്കൽ ഒരു വൃശ്ചിക മാസത്തിൽ കാർത്തിക നാൾ വില്ലുമംഗലത്ത് സ്വാമിയാർ തൃശ്ശിവപേരൂർ വടക്കുംനാഥ ക്ഷേത്രത്തിൽ ദർശനത്തിനായിട്ട് ചെന്ന സമയം ഭഗവാനെ ശ്രീകോവിലിനകത്ത് കാണാനില്ലായിരുന്നു. ഭഗവാനെ കാണാതെ വന്നിക്കുന്നത് എങ്ങനെയാണെന്ന് വിചാരിച്ച് സ്വാമിയാർ ഉടനെ ക്ഷേത്രത്തിൽ നിന്ന് പുറത്തിറങ്ങി പ്രദക്ഷിണത്തിനായി ചെന്നപ്പോൾ ഭഗവാൻ തെക്കേ മതിലിന്മേൽ കയറി തെക്കോട്ട് തിരിഞ്ഞിരിക്കുന്നതായി കണ്ടു. ഉടനെ സ്വാമിയാർ അവിടെ ചെന്ന് വന്നിച്ചിട്ട് ഇതെന്താണ് ഇവിടെ എഴുന്നള്ളിയിരിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ ഭഗവാൻ നമ്മുടെ പ്രിയതമയായ കുമാരനെല്ലൂർ കാർത്തിയാനി കുളിയും കഴിഞ്ഞു വരുന്ന ആഡംബരം ആഘോഷവും കാണുന്നതിനായിട്ട് ഇവിടെ വന്നിരുന്നതാണ് എന്ന് അരുളി ചെയ്തു. അന്നു മുതൽ ആണ്ടുതോറും വൃശ്ചിക മാസത്തിൽ കാർത്തിക നാൾ തൃശ്ശിവപേരൂർ വടക്കുംനാഥന് രാവിലെ ഒരു പൂജ തെക്കേ മതിലിന്മേൽ വെച്ച് പതിവായി. ആണ്ടുതോറും ഭഗവാൻ കാർത്തിക നാൾ കുമാരനെല്ലൂർ ഭഗവതിയുടെ എഴുന്നള്ളത്ത് കാണുന്നതിനായിട്ട് ആ മതിലിന്മേൽ എഴുന്നള്ളിയിരിക്കുമെന്നാണ് സങ്കല്പം. ഈ സംഗതി ജനങ്ങൾ അറിയുന്നതിനും മറ്റും കാരണഭൂതൻ ഈ സ്വാമിയാരാണെന്ന് വിശേഷിച്ച് പറയണമെന്നില്ലല്ലോ. ഒരഷ്ടമി നാൾ വില്ലുമംഗലത്ത് സ്വാമിയാർ വൈക്കത്ത് ക്ഷേത്രത്തിൽ ദർശനത്തിനായി ചെന്ന സമയം അമ്പലത്തിനകത്ത് നിറച്ചു ബ്രാഹ്മണർ ഊണ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എങ്കിലും സ്വാമിയാർ അകത്ത് കടന്നു ചെന്നു. നടിയിൽ ചെന്നപ്പോൾ ഭഗവാനെ ശ്രീകോവിലിനകത്ത് കാണുവാനില്ലായിരുന്നു. ഇതെന്താ ഇങ്ങനെ വരാൻ എന്ന് വിചാരിച്ചുകൊണ്ട് സ്വാമിയാർ അമ്പലത്തിലെല്ലാം സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഭഗവാൻ ഒരു വൃദ്ധ ബ്രാഹ്മണന്റെ വേഷമായിട്ട് വടക്കേ ചുറ്റമ്പലത്തിൽ ഒരു തൂണിൻ ചൂട്ടിലിരിക്കുന്നു. സദ്യ ഉണ്ണുന്നതിനായി ഭഗവാൻ വേഷപ്രച്ഛന്നനായിരുന്നെങ്കിലും സ്വാമിയാർ ദിവ്യനായിരുന്നത് കൊണ്ട് കണ്ട മാത്രയിൽ തന്നെ അദ്ദേഹത്തിന് മനസ്സിലായി. ഉടനെ സ്വാമിയാർ അവിടെ ചെന്ന് ഭഗവാനെ വന്ദിക്കുകയും വിവരം ജനങ്ങളെ ധരിപ്പിക്കുകയും ചെയ്തു. അന്നു മുതൽ വൈക്കത്ത് ക്ഷേത്രത്തിൽ സദ്യയുള്ള ദിവസങ്ങളിലെല്ലാം ആ തൂണിൻ്റെ അടുക്കൽ ഭഗവാൻ എന്ന് സങ്കല്പിച്ച് ഒരില വെച്ച് സകല വിഭവങ്ങളും വിളമ്പുക പതിവാവുകയും വൈക്കത്തഷ്ടമിക്ക് വടക്കേ ചുവറ്റിലിരുന്ന് ഊണ് കഴിക്കുക വളരെ മുഖ്യമായിട്ടുള്ളതാണെന്ന് ബ്രാഹ്മണർക്ക് ഒരു വിശ്വാസം ജനിക്കുകയും ചെയ്തു. ഇപ്രകാരം തന്നെ വില്ലുമംഗലത്ത് സ്വാമിയാർ സ്വാമി ദർശനത്തിനായി ഒരു ഉത്സവകാലത്ത് അമ്പലപ്പുഴ ചെല്ലുകയുണ്ടായി. അവിടെയും സ്വാമിയാർ അമ്പലത്തിൽ ചെന്നപ്പോൾ ഭഗവാൻ ശ്രീകോവിലിനകത്തില്ലായിരുന്നു. സ്വാമിയാർ പ്രദക്ഷിണമായി ചെന്നപ്പോൾ ഭഗവാൻ ഒരു പട്ടരുടെ വേഷമിട്ട് നാടകശാലയിൽ മാരാരുടെ സദ്യയ്ക്ക് വിളമ്പിക്കൊണ്ട് നിൽക്കുന്നത് കണ്ടു. ഉടനെ സ്വാമിയാർ അവിടെ ചെന്ന് വന്നിച്ചിട്ട് ഇവിടെ വെക്കാനും വിളമ്പാനും ഒക്കെ ധാരാളം ആളുകളുണ്ടല്ലോ, പിന്നെ അവിടെ നിന്നുകൂടി ഇങ്ങനെ കഷ്ടപ്പെടുന്ന എന്തിനാണ് എന്ന് ചോദിച്ചു. അപ്പോൾ ഭഗവാൻ ഇവർ, അതായത് മാരാന്മാർ, നമ്മുടെ ഉത്സവം ഭംഗിയാക്കാനായിട്ട് വളരെ അധ്വാനം ചെയ്യുന്നവരാണ്. ഇവർക്ക് തൃപ്തിയാകും വണ്ണം ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് നമുക്ക് വളരെ സന്തോഷകരമായിട്ടുള്ളതാണ്. ആണ്ടുതോറും ഇവരുടെ സദ്യയ്ക്ക് വിളമ്പാൻ നോം കൂടെ വരിക പതിവുണ്ട് എന്നരുളി ചെയ്തു. അന്നു മുതൽക്കാണ് അമ്പലപ്പുഴ ഉത്സവത്തിൽ നാടകശാലയിൽ മാരാന്മാരുടെ സദ്യയ്ക്ക് ഇത്ര പ്രാധാന്യം സിദ്ധിച്ചത്. മാരാന്മാരുടെ സദ്യ സമയത്ത് ഭഗവാൻ അവിടെ എഴുന്നള്ളുന്നുണ്ടെന്ന് തന്നെയാണ് ഇപ്പോഴുമുള്ള വിശ്വാസം. ഇങ്ങനെ വില്ലുമംഗലത്ത് സ്വാമിയാരെ സംബന്ധിച്ച് അനേകം കഥകളുണ്ട്. തിരുവനന്തപുരം, തിരുവാർപ്പ് മുതലായ ക്ഷേത്രങ്ങൾ ഉണ്ടാവാനുള്ള കാരണം തന്നെ വില്ലുമംഗലത്ത് സ്വാമിയാരാണെന്ന് അവിടങ്ങളിലെ സ്ഥലപുരാണങ്ങൾ കൊണ്ട് പ്രസിദ്ധമാണല്ലോ. ചേർത്തല കാർത്തിയാനി വില്ലുമംഗലത്ത് സ്വാമിയുടെ പ്രതിഷ്ഠയാണെന്നാണ് കേട്ടിരിക്കുന്നത്. ഒരിക്കൽ സ്വാമിയാർ എവിടെയോ പോകുന്നതിന് കരമാർഗം ചേർത്തല വഴി പുറപ്പെട്ടു. അങ്ങനെ പോകുമ്പോൾ അവിടെ ഒരു വനപ്രദേശത്ത് 7 കന്യകമാർ കുളിച്ചുകൊണ്ടിരിക്കുന്നതായി കണ്ടു. ഈ കന്യകമാരെ കണ്ടപ്പോൾ തന്നെ ഇവർ കേവലം മാനുഷികളല്ലെന്നും ദിവ്യ സ്ത്രീകളാണെന്നും തോന്നുകയാൽ സ്വാമിയാർ അടുത്തു ചെന്നു. ഉടനെ അവർ 7 പേരും അവിടെ നിന്ന് ഓടിത്തുടങ്ങി. സ്വാമിയാരും പിന്നാലെ ഓടി. കന്യകമാർ 7 പേരും ഓടിച്ചെന്ന് ഓരോ കുളത്തിൽ ചാടി. സ്വാമിയാരും പിന്നാലെ ചാടി. ഓരോരുത്തരെ പിടിച്ച് ഓരോ സ്ഥലത്തിരുത്തി. ഒടുക്കം
ഏഴാമത്തെ കന്യക ചാടിയത് ഒരു ചേറുള്ള കുളത്തിലായിരുന്നതിനാൽ ആ കന്യകയുടെ തലയിലൊക്കെ ചേറായി. ആ കന്യകയെ സ്വാമിയാർ പിടിച്ചിട്ട് ചെല്ലാതെ കുറേ ബലം പിടിച്ചു നിന്നു. ഒടുക്കം സ്വാമിയാർ, ഇടി ചേറ്റിൽ തലയുള്ളവളെ ഇവിടെ ഇരിക്കെ എന്ന് പറഞ്ഞുകൊണ്ട് ആ കന്യകയും പിടിച്ചു കയറ്റി അവിടെ ഇരുത്തി. ചേറ്റിൽ തലയായതുകൊണ്ട് ചേർത്തല ഭഗവതി എന്ന് ആ ഭഗവതിക്ക് ചേർത്തലയെന്ന് ആ പ്രദേശത്തിന് നാമം സിദ്ധിച്ചു. ഇങ്ങനെ ചേർത്തല വില്ലുമംഗലത്ത് സ്വാമിയാരാൽ പ്രതിഷ്ഠിക്കപ്പെട്ട 7 ഭഗവതികൾ ഉണ്ടായിത്തീരുകയും ചെയ്തു. അതിൽ 7ാമതായി പ്രതിഷ്ഠിക്കപ്പെട്ട ദേവിയാണ് പ്രസിദ്ധമായ സാക്ഷാൽ ചേർത്തല കാർത്യായനി. പ്രതിഷ്ഠാ സമയത്ത് സ്വാമിയാർ ഒരു അസഭ്യവാക്ക് പറഞ്ഞുകൊണ്ടാണ് പ്രതിഷ്ഠിച്ചത്. അതിനാലാണ് ഇന്നും ആ ദേവിക്ക് അസഭ്യങ്ങളായ പാട്ടുകളും ശകാരങ്ങളുമൊക്കെ സന്തോഷങ്ങളായിരിക്കുന്നത്. ചേർത്തല പൂരത്തിൻ്റെ പാട്ടിൽ പ്രസിദ്ധങ്ങളാണല്ലോ. ഇങ്ങനെ വില്ലുമംഗലത്ത് സ്വാമിയാരുടെ അത്ഭുത കർമ്മങ്ങളും അദ്ദേഹത്തെ സംബന്ധിച്ച കഥകളും വളരെയുണ്ട്. ഇവയെല്ലാം വാസ്തവത്തിൽ നടന്നവയാണെങ്കിൽ ഈ കഥകൾക്കെല്ലാം വിഷയീഭൂതനായ സ്വാമിയാർ ഒരാൾ തന്നെയല്ലെന്നോ അനേക വില്ലുമംഗലത്ത് സ്വാമിമാരുണ്ടായിരുന്നെന്നോ അഥവാ ഒരാൾ തന്നെ ആയിരുന്നുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതകാലം ഒരു മനുഷ്യായുസ് അതിൽ കൂടുതലായിരുന്നു എന്നോ വിചാരിക്കേണ്ടിയിരിക്കുന്നു. എന്തെന്നാൽ തിരുവനന്തപുരം, തിരുവാർപ്പ്, ഏറ്റുമാനൂർ, ചേർത്തല മുതലായ സ്ഥലങ്ങളിലായി അനേക ക്ഷേത്രങ്ങൾ ഉണ്ടാകുന്നതിന് കാരണഭൂതൻ ഈ ഒരു സ്വാമിയാർ തന്നെ ആയിരിക്കണമെങ്കിൽ ഈ ക്ഷേത്രങ്ങളിലെല്ലാം ഉണ്ടായ കാലങ്ങൾക്ക് ഏറിയാൽ ഒരു 100 കൊല്ലത്തിലധികം അന്തരം വരാൻ പാടില്ലല്ലോ. അപ്രകാരം തന്നെ തുഞ്ചത്തെഴുത്തച്ഛൻ, തലക്കുളത്തൂർ ഭട്ടതിരി മുതലായ അനേകം മഹാന്മാരുടെ കാലത്തെല്ലാം വില്ലുമംഗലത്ത് സ്വാമിയാരും ഉണ്ടായിരുന്നതായി അനേകം കഥകളുണ്ട്. ഇവയും വാസ്തവമായിരിക്കണമെങ്കിൽ ഈ മഹാന്മാരുടെ ജീവിതകാലം ഏകദേശം ഒന്നായിരിക്കണമല്ലോ. ചരിത്രപ്രകാരം കാലങ്ങൾക്ക് വളരെ അന്തരമുള്ളതായിട്ടാണ് കാണുന്നത്. ഇതിൻ്റെ വാസ്തവം അറിവുള്ളവർ വല്ല പത്രമുഖേനയും പ്രസ്താവിച്ചാൽ കൊള്ളാം. എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട കേൾവിക്കാർക്ക് ഈ കഥ ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തെറ്റുകളും കുറവുകളും ധാരാളം ഉണ്ടായിട്ടുണ്ട്. നോക്കി വായിക്കുന്നതാണേ, ഒന്ന് ക്ഷമിച്ചേക്കണേ. നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി താഴെ രേഖപ്പെടുത്തണേ. നമുക്കിനി അടുത്ത കഥയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി.